നമസ്കാരം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അക്കൗണ്ടൻസി എന്താണ്, അതുപോലെ തന്നെ എന്തിനാണ് അക്കൗണ്ടിങ്, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത് എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, ഒരുപാട് പണമിടപാടുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുകയും അതുപോലെ തന്നെ അതുവഴി ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ബിസിനസിന് എടുക്കാനും ഒക്കെ ഈ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒട്ടുമിക്ക വീടുകളിലും, എല്ലാ വീടുകളിലും കാണും ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന അച്ഛനാകാം അമ്മയാകാം, അവരൊരു എസ്റ്റിമേറ്റ് പോലെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നടത്തി വെക്കാറുണ്ട്. അവരുടെ വരവ് എത്രയാണ്, ചെലവ് എത്രയാണ്. ഇപ്പൊ വരവ് അനുസരിച്ച് ഇപ്പം കൂടുതലും ചെലവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിനുള്ളിൽ അത് നിൽക്കില്ല. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് കടം വാങ്ങിക്കേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത മാസം ആ ചെലവുകൾ കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് തീരുമാനങ്ങൾ ഏർപ്പെടുത്തും. ഇനി അതല്ല, നമുക്ക് വരുമാനമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെലവ് കുറവാണ്, അപ്പൊ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെ സേവ് ചെയ്യണം, ഇനി അടുത്ത മാസം കുറച്ചുകൂടെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഒരുപാട് തീരുമാനങ്ങളും എടുക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ബിസിനസ്സിൽ നമുക്ക് ചുമ്മാ അങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ടൊന്നും സാധിക്കത്തില്ല, പക്ഷെ അതിനൊക്കെ കുറച്ച് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം ആദ്യം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിങ്ങിന് ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കാം. ഏത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ്: അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് in a significant manner and in terms of money, transaction and event which are in part at least of financial character and interpreting the result thereof. അപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത് ഭയങ്കരമായിട്ടും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ഈ ഡെഫിനിഷൻ നമുക്കൊരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ അതിനു വേണ്ടിയുള്ള മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തി ബിസിനസ് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്തു, ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ലൊക്കേഷനും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ബിസിനസിന്റെ പേര് നമ്മൾ ഇട്ടു ക്രോമ ഫാഷൻ ഹബ്ബ്. ഒരു ബൊട്ടീക്കാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ലൈസൻസ് പെർമിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു. നമ്മൾ ഇനി കോസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ഏതാണ്ട് 35 ലക്ഷം രൂപയോളം വരും. അപ്പൊ അത്രയും നമ്മുടെ കയ്യിൽ എടുക്കാനില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മളൊന്ന് ബാങ്കിൽ ലോൺ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ പലിശയ്ക്ക് കാശ് എടുക്കാന്ന് വിചാരിച്ചു, റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കടം എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കാശും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ പർച്ചേസ് ചെയ്യണം അല്ലെ. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരും. ക്ലോത്ത്സ് വരും, ഫാബ്രിക്സ് വരും. ഇനി നമ്മൾ സ്റ്റിച്ചും കൂടെ ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങണം, നൂല് വാങ്ങണം, സൂചി വാങ്ങണം, കത്രിക വാങ്ങണം, എന്ത് ചെറിയ സാധനങ്ങൾ വരെ വാങ്ങണം അല്ലെ. പിന്നെ ബാഗ്, ഷൂസ്, ഹെയർ അക്സസറീസ്, ടീഷർട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. ഇനി ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ. ഷോപ്പ് ചുമ്മാ നമ്മൾ എല്ലാം അടുക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ഡെയിലി ബേസിൽ ക്ലീൻ, തുടയ്ക്കണം, തൂക്കണം. അതിന്റെ വരെ സാധനങ്ങൾ നമ്മൾ വാങ്ങണം. പിന്നെ സെക്യൂരിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യണം, സെയിൽസ് ഗേൾസിനെ അപ്പോയിന്റ് ചെയ്യണം, ക്യാഷ്യറിനെ അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായി അല്ലേ. ഇപ്പൊ തന്നെ കുറെ കാശ് ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന് എത്ര രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് ചെലവായെന്നോ, നമ്മൾ ആദ്യം വാങ്ങിച്ചത് എന്തൊക്കെ സാധനങ്ങളാണെന്നോ, അതോ അതിന് വീണ്ടും വീണ്ടും നമ്മൾ വാങ്ങിക്കുന്നുണ്ടോ, ഒരു സാധനം തന്നെ കുറെ തവണയായിട്ട് വാങ്ങിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലേ. അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ടൈം അനുസരിച്ച് അത് റെക്കോർഡ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യം വാങ്ങിച്ച സാധനം എന്താന്ന് നമ്മൾ കുറെ കഴിയുമ്പോഴത്തേക്കും ചിന്തിക്കും, നമ്മൾ അത് വാങ്ങിച്ചായിരുന്നു, ഇത് വാങ്ങിച്ചായിരുന്നു, അത് സെറ്റ് ചെയ്തു, അതിന് എത്ര രൂപയായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അതേസമയം നമ്മൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നോക്കിയാൽ മതി. ഇത്ര രൂപ അതിന് നമുക്ക് ചെലവായിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു, ഇനി ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് റെക്കോർഡിങ്. അപ്പൊ ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി അങ്ങോട്ട് ബിസിനസ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കും അല്ലെ. അപ്പൊ അതെല്ലാം കറക്റ്റ് ടൈം അനുസരിച്ച്, പൂജ്യങ്ങളൊന്നും അങ്ങോട്ട് മാറരുത്. ഇപ്പൊ 10,000 എഴുതുന്നതിന്റെ അടുത്ത് 1 ലക്ഷം എഴുതാൻ പാടില്ല.
ഇപ്പൊ 1 ലക്ഷം എഴുതേണ്ടടുത്ത് 10 ലക്ഷം എഴുതാൻ പാടില്ല. 0ത്തിന് വിലയില്ലെന്ന് എഴുതി അതിന്റെ അപ്പുറത്ത് കിടക്കുന്നതിന് വിലയുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊന്നും മാറാനും തിരിയാനും ഒന്നും പാടില്ല. ഒരു 0ത്തിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അക്കൗണ്ടൻസിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കാണ്. കാര്യം ബാലൻസ് ഷീറ്റ് ടാലി ആകാതെ വരുമ്പോഴാണ് നമുക്ക് ആകെ മൊത്തം ടെൻഷനായി. 0 എല്ലാം കറക്റ്റ് ആണോ എണ്ണി നോക്കുന്നു. ലാസ്റ്റ് അവിടെ നോക്കുമ്പോൾ ആ 2 0ത്തിന്റെ കുറവുണ്ടായി, അതിന്റെ പ്രശ്നമാണ്. പിന്നെ നമ്മൾ ആദ്യം തൊട്ടേ കാൽക്കുലേറ്റ് ചെയ്ത് ആകെ മൊത്തം പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ബിസിനസിന്റെ കാര്യത്തിലും വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ഇനി ചുമ്മാ അങ്ങ് എഴുതിപ്പോയാൽ എങ്ങനെയാ ശരിയാവുന്നത്? ട്രാൻസാക്ഷൻസ് എല്ലാം കൂടെ അങ്ങ് വലിച്ചു നീട്ടി എഴുതി കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? ഒന്നും മനസ്സിലാകത്തില്ല. കാര്യം എല്ലാം കൂടെ അവിയൽ പരുവത്തിലായിപ്പോവും. നമ്മുടെ അസറ്റ് എന്താ, അതായത് അസറ്റ് ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഇനി നിങ്ങൾ ലൈഫ് ലോങ് യൂസ് ചെയ്യാനും കേൾക്കാനും ഒക്കെ പോകുന്ന വാക്കുകളാണ്. അപ്പൊ നമ്മളുടെ വരവ് എന്താണ്, ചെലവ് എന്താണ്, നമ്മളുടെ മുതൽ എന്താണ്, നമ്മളുടെ ബാധ്യത എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതി വെച്ചേക്കുക. നോക്കുന്ന ആൾക്കൊന്നും മനസ്സിലാകുകയല്ല. നമുക്ക് അതിൽ നിന്നൊരു തീരുമാനം എടുക്കാനും ഭയങ്കര പാടാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാം തരംതിരിക്കുന്നു. ഓരോ ട്രാൻസാക്ഷനെയും അതിന്റെ നേച്ചർ അനുസരിച്ച്, വരവാണോ ചെലവാണോ മുതലാണോ ബാധ്യതയാണോ, അതൊക്കെ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്യുന്ന ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് തരം തിരിച്ച് എഴുതുന്നു. ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു. പക്ഷെ അങ്ങനെ ഇരുന്നാലും നമുക്കൊരു ബിസിനസിന്റെ പൊസിഷൻ അറിയാൻ പറ്റുമോ? എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ഒരു നേരത്തെ നിശ്ചയിക്കപ്പെട്ട കുറച്ച് ഫോർമാറ്റിലോട്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതായത് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇനി അതല്ലെങ്കിൽ ട്രയൽ ബാലൻസ്, ലെഡ്ജർ അക്കൗണ്ട്സ്, അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പം നമുക്ക് ഏത് ഔട്ട്പുട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഫോർമാറ്റിലോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അതായത് പണമിടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മളുടെ ബൊട്ടീക്കിലേക്ക് നമ്മളൊരു സെയിൽസ് ഗേളിനെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ അപ്പോയിന്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ എൻട്രി എഴുതാൻ പറ്റുമോ? ഇല്ല. അവിടെ കാശുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ല അല്ലേ. അതേസമയം 1 മാസത്തിന് ശേഷം നമ്മൾ അവർക്ക് സാലറി കൊടുത്തു. അപ്പൊ അവിടെ വന്നിട്ടുണ്ട് എന്താ, കാശുമായിട്ട് നമ്മളുടെ കയ്യിൽ ഇപ്പൊ 10,000 രൂപയാണ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ അവിടെ ഒരു 10,000 കാണിക്കണം. അപ്പൊ അവിടെ ക്യാഷ് ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ അപ്പൊ അവിടെ ആ ട്രാൻസാക്ഷന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തു, അത് പല ഫോർമാറ്റിലോട്ടൊക്കെ ആക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, അങ്ങനെയൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയണം. ബിസിനസ്സിലെ കടം കൂടുതലാണോ, ഇനി കടം എടുക്കാമോ, അങ്ങനെയൊക്കെ കുറെ ഡിസിഷൻസ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും ഈ റിപ്പോർട്ട്സിന്റെ റിസൾട്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, റിസൾട്ട് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അപ്പം ആദ്യം റെക്കോർഡ് ചെയ്യുന്നു, പിന്നീട് ക്ലാസിഫൈ ചെയ്യുന്നു, അതിനുശേഷം സമ്മറൈസ് ചെയ്യുന്നു, പിന്നെ എല്ലാ ട്രാൻസാക്ഷനും ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. ലാസ്റ്റ് എന്താ ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഒരു റിസൾട്ടിലോട്ട് നമ്മൾ എത്തുന്നു. ഇതാണ് ആ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് എന്ന് പറയുന്നത് മുഴുവനും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടിങ് എന്ന് മനസ്സിലായല്ലേ. ഇനി എന്നാലും നമുക്ക് ഇനി റോളൊക്കെ 1 by 1 ആയിട്ട് നോക്കിയാലോ. ഒരു ബിസിനസ്സിന്റെ എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തില്? അക്കൗണ്ടിങ്ങിൽ പ്രോപ്പറായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ടൈം അനുസരിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുവഴി ബിസിനസ്സിന് എന്ത് സംഭവിക്കും, ബിസിനസ്സിന്റെ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് റോളാണ്. എങ്ങനെയായിരിക്കും ഡിസിഷൻ മേക്കിംഗ്? നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന കാര്യമാണ്. അക്കൗണ്ട്സ് വഴി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് വഴി ബിസിനസ്സിന് എന്താണ് ബിസിനസ്സിന്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസിഷൻസ്, അതായത് പുതിയ പോളിസികൾ അഡോപ്റ്റ് ചെയ്യണോ, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ, ഫണ്ട് റേസ് ചെയ്യണോ, ഇപ്പൊ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യാം, അതായത് എല്ലാം ഫീസിബിൾ ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർഡ് ആയിട്ടുള്ള വേയിൽ. നാളെ ബിസിനസ്സിനൊരു നഷ്ടം വരുന്നതോ അല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോകുന്ന രീതിയിലൊരു ഫണ്ടിങ് അല്ല, പ്രോപ്പറായിട്ട് ണെങ്കിൽ എന്ത് സഹായിക്കും, അക്കൗണ്ടിങ് സഹായിക്കും.
തേർഡ് റോൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നതോടുകൂടി ഇപ്പൊ ബിസിനസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റഡ് വേരിയസ് പാർട്ടീസ് ഉണ്ട്. അതായത് ബിസിനസിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് ബിസിനസ്സിനുള്ളിലുള്ളവരുണ്ട്, രണ്ട് ബിസിനസ്സിന് പുറത്തുള്ളവരുണ്ട്. ഇപ്പൊ ബിസിനസ്സിന് പുറത്തുള്ളവരാണ് ഈ പറയുന്ന പോലെ ബിസിനസ്സിന് കാശ് കടം തന്നവര്, മെറ്റീരിയൽസ് കടം തരുന്നവര്. ഇനിയിപ്പോ ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കിന് അറിയണം, ഇനി ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റിന് എന്തിനാ അറിയണം? ടാക്സ് എത്രത്തോളം ഇവരെ പേ ചെയ്യണം എന്നൊക്കെ ഗവൺമെന്റിന് അറിയണം അല്ലെ. അപ്പം അവരും ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. ഇനി അകത്തുള്ളവരാണെങ്കിലോ മാനേജ്മെന്റിന് ഉറപ്പായിട്ടും അറിയണം അല്ലെ ബിസിനസിന്റെ പൊസിഷൻ എന്താന്ന്, അവരുടെ പോളിസികളും അല്ലെങ്കിൽ അവര് നടത്തുന്നത് കറക്റ്റ് ആയിട്ടുള്ള വേയിലാണോ എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്കും അത് അറിഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ എംപ്ലോയീസിന് അറിയണം അല്ലെ. നഷ്ടത്തിൽ കൂടെ പോകുന്ന ഒരു ബിസിനസ്സിലാണെങ്കിൽ അവർ നിൽക്കാൻ താല്പര്യപ്പെടുവോ? ഒരിക്കലും ഇല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അക്കൗണ്ടിങ് വഴി ബിസിനസ്സിന് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താ? മുൻ വർഷത്തിലുണ്ടായ എക്സ്പെൻസും വരുമാനങ്ങളും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസും വരുമാനവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങില് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമ്മൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പൊ അതുവഴി ബിസിനസ്സിന് ഈസി ആയിട്ടൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ബഡ്ജറ്റ് കൊണ്ട് എന്താണ് ഗുണം? അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ബിസിനസ്സിന് എന്ത് ഗുണം? അപ്പൊ ഇത് വീടുകളിലും ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ. ഒട്ടുമിക്ക വീടുകളിലും ഈ എക്സ്പെൻസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതുമൂലം ഒരു ബിസിനസ്സിന് അതിന്റെ എക്സ്പെൻസ് എത്രത്തോളം ഉണ്ടാകുമെന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരുമാതിരിപ്പെട്ട എക്സ്പെൻസുകളൊക്കെ നിയന്ത്രിക്കാനും കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എത്രത്തോളം വരവ് ബിസിനസ്സിന് ഉണ്ടാകും, ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷന് വേണ്ടി കാശ് എന്തെങ്കിലും മാറ്റി വെക്കണോ, അതൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ടൊക്കെ എന്തുവഴി സാധിക്കും? ബഡ്ജറ്റ് വഴി സാധിക്കും. അപ്പൊ ആ ബഡ്ജറ്റ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും? അക്കൗണ്ടിങ് വഴി സാധിക്കും. അടുത്തത് പെർഫോമൻസ് ഇവാലുവേഷൻ. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു എക്സാം എഴുതുന്നു, പഠിച്ചു, മാർക്ക് കിട്ടി. അപ്പൊ ആ മാർക്ക് എന്തിനെ ബേസ് ചെയ്തിരിക്കും? നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും മാർക്ക് കിട്ടുന്നത് അല്ലെ. എക്സാം എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? അല്ലെങ്കിൽ ഒരു വൈവ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളുടെ പെർഫോമൻസ് അല്ലെ, നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മളുടെ അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയല്ലേ എക്സാം നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് കിട്ടുമ്പോഴത്തേക്കും ബിസിനസ്സും ഇവാലുവേറ്റ് ചെയ്യും. പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബെറ്റർ ആണോ, ഇനി അതല്ല കഴിഞ്ഞ വർഷമായിരുന്നു ബെറ്റർ, ഈ വർഷം കുറച്ച് മോശം സംഭവിച്ചിട്ടുണ്ടോ, എന്ത് വഴിയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ലോസ് സംഭവിക്കാൻ കാരണം, ഇനി പ്രോഫിറ്റ് കൂടിയോ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടിങ് വഴി ബിസിനസ്സിൽ ഉണ്ടാകുന്ന മുക്കാൽഭാഗം ഫിനാൻഷ്യൽ റിസ്ക്കും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ മുൻകൂട്ടി ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്കത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടിങ് വഴി ബിസിനസ്സിന് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് സാധിക്കും. എങ്ങനെയാണ്? ഇനിയിപ്പോ അടുത്ത വർഷം എത്രത്തോളം ഫണ്ട് പബ്ലിക്കിൽ നിന്ന് റേസ് ചെയ്യാം, അതായത് എത്രത്തോളം കടം വാങ്ങിക്കാം, റിസ്ക് ഇല്ലാതെ എത്ര ലിമിറ്റ് വരെ നമുക്ക് കടം വാങ്ങിക്കാനായിട്ട് സാധിക്കും, പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം നടക്കാം എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാനായിട്ടും ബിസിനസ്സിനെ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് അക്കൗണ്ടിങ്ങിന്റെ റോള് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ സെക്ഷനിൽ എന്താണ് അക്കൗണ്ടിങ് എന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു, എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് എന്നൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.